ഹായ് ഹലോ രാജു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. നമ്മളൊക്കെ വീട് വളപ്പില് പല പല വൃക്ഷങ്ങളും ചെടികളൊക്കെ വെക്കണവരാണല്ലേ. അപ്പൊ ചില ചെടികൾ വെക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമുക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അതിന് ഉദാഹരണം നമ്മളെ വീടിന്റെ വടക്ക് ഭാഗത്ത് നമ്മൾ കാഞ്ഞിരം, കയ്പ ഇങ്ങനെ കയ്പുള്ള എന്തെങ്കിലും വൃക്ഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് സർവ്വനാശാണ്. കാരണം ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് കണ്ണീര് തോരില്ല പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എന്തെങ്കിലും ഒരു മനസ്സമാധാനക്കേട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വടക്ക് ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പിഴുതിട്ട് വേറെയുള്ള ഭാഗങ്ങളിലേക്ക് അത് എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. രണ്ടാമതായിട്ട് നമ്മുടെ ഈ ശംഖുപുഷ്പം നമ്മളെ വീടിന്റെ ബാത്റൂമിന് അടുത്ത് വെക്കാനേ പാടില്ല. പിന്നെ അതുപോലെ തന്നെ അലക്ക് കല്ല്, നമ്മളിങ്ങനെ അടിച്ച് തിരുമ്പണ കല്ലുണ്ടാവില്ല പുറത്തൊക്കെ എല്ലാവരുടെയും, അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ദോഷമാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് എന്ത് കാര്യം ചെയ്താലും ശരിയാവില്ല. ആകെ മൊത്തം ഒരു നെഗറ്റീവ് ആവും. ആകെ ഒരു എന്താ പറയുക, ഒരു വട്ടം തിരിച്ചില്ല, നമ്മളെ വിഷമങ്ങൾ മാറുകയേ ചെയ്യില്ല. ഈ രണ്ട് കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ കള്ളിമുള്ള, റോസ് ചെടി ഇങ്ങനത്തെയൊക്കെയുള്ള ചെടികൾ ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കലും നമ്മളെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലുണ്ടല്ലോ, നമ്മൾ ഈശാന കോണ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വെക്കാൻ പാടില്ല. വടക്കോട്ടോ കിഴക്കോട്ടോ നിന്നുകൊണ്ട് കുഴപ്പമില്ല, വടക്ക് കിഴക്കേ മൂലയിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം അപ്പോഴും നമുക്ക് സർവത്ര ദോഷമാണ്. നമ്മളെ വീട്ടിൽ കണ്ണീര് തോരില്ല, നമുക്ക് എന്താ പറയുക, കാലൻ കയറും അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ നിങ്ങൾ. ഒരുപാട് ദോഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈശാനകോണിലായിട്ട് നിൽക്കണുണ്ടെങ്കിൽ അത് അവിടുന്ന് പിഴുതു കളയണമെന്നേ എനിക്ക്. പിന്നെ നമ്മളെ വീട്ടിൽ മണി പ്ലാന്റ് വളർത്തിയാൽ നല്ലതാണ്. പക്ഷെ മണി പ്ലാന്റിനൊക്കെ നല്ല സ്ഥാനമുണ്ട്. പക്ഷേ മണി പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മളെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചിട്ട് വളർത്തരുത് എന്നാ പറയുന്നത്. അത് വളരെ ദോഷമാണ് അത്രേ. ഒരിക്കലും നമ്മൾ ആ ഭാഗത്ത് വളർത്താൻ പാടില്ല മണി പ്ലാന്റ്. പിന്നെ വീടിന്റെ കന്നിമൂലയിലെ മന്ദാരം, തുളസി, മഞ്ഞൾ ഇതൊന്നും നമ്മളെ വീടിന്റെ കന്നിമൂലയിൽ ഒരിക്കലും വെച്ച് പോകരുത്. നിങ്ങളെ കന്നിമൂല ശുദ്ധമായിട്ട് വെക്കണം എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അവിടെ അഴുക്കും പൊടിയും ചളിയും ഒന്നും ഇല്ലാതെ നമ്മൾ ഏത് സമയത്തും വൃത്തിയാക്കിയിട്ട വീടിന്റെ പുറം കന്നിമൂല പ്രത്യേകിച്ചും നന്നായിട്ട് ഉയർന്നു നിൽക്കണം എന്നൊക്കെ കേൾക്കും. അപ്പൊ നിങ്ങൾ കരുതും ശുദ്ധമുള്ള ഒരു സാധനമല്ലേ മഞ്ഞൾ, തുളസി, അത് അവിടെ കൊണ്ടുപോയിട്ട് ഒരു മൂട് നടട്ടെ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. സർവത്ര ദോഷമാണ്. നമ്മളെ ആ ദിക്കിൽ നമ്മൾ ഈ സാധനം ഞാൻ പറഞ്ഞ മന്ദാരം, തുളസി, മഞ്ഞളൊന്നും അവിടെ നിങ്ങൾ ഒരിക്കലും വെക്കരുത്. വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റി വെക്കുക. പിന്നെ വീട്ടിലെല്ലാവരും വിചാരിക്കുമല്ലേ, കറിവേപ്പ് നല്ല ഐശ്വര്യമാണ്, അതുപോലെ തന്നെയാണ് നമ്മളെ മുരിങ്ങ, എന്തൊരു കറി വെക്കാൻ നല്ലതാണ്. അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കിണറിന്റെ അടുത്ത് വെക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ സത്യത്തില് വാസ്തുശാസ്ത്ര പ്രകാരം കിണറിന്റെ അടുത്ത് വെക്കാൻ തീരെ പാടില്ല. അത് നമുക്ക് സ്ത്രീകൾക്കാണ് അത്ര ഏറ്റവും ദോഷം. അപ്പൊ നിങ്ങള് എന്ത് ചെയ്യണം, കറിവേപ്പും മുരിങ്ങയും കിണറിന്റെ അടുത്ത് വെക്കരുത്, ഒരിക്കലും വെക്കാൻ പാടില്ല. അത് നമ്മളെ സ്ത്രീകൾക്ക് തന്നെയാണ് ദോഷം, സർവത്ര ദോഷമാണ് അത്രേ അത്. പിന്നെ നമുക്ക് കറി വെക്കാനൊക്കെ നല്ലത് തന്നെയാണ് അല്ലേ. നല്ല മസാലക്കറിയൊക്കെ വെക്കാൻ നല്ലതാണ് നമ്മുടെ കടച്ചക്ക. അപ്പൊ ആ കടപ്ലാവ് നമ്മളെ വീടിന്റെ തൊടിയിൽ പാടില്ല, നമ്മളെ വീടിന്റെ ഇരിക്കുന്ന വളപ്പിൽ പാടില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ മതിൽ കെട്ടി തിരിച്ചിട്ട് ഇത്തിരി അപ്പുറത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു ദോഷവും ഇല്ല. നേരെ മറിച്ച് നമ്മളുടെ ഈ കടപ്ലാവ് നമ്മളെ വീടിന്റെ അതിർത്തിയുടെ ഉള്ളിലാണെങ്കിൽ നമുക്ക് പരമദോഷമാണ്. അപ്പൊ നിങ്ങൾ കടപ്ലാവ് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തുണ്ടെന്നോ, വീടിന്റെ മതിൽ മറിച്ചിട്ട് ആ 4 അതിർത്തി തിരിച്ചതിന് ശേഷം അപ്പുറത്ത് നിങ്ങൾക്ക് വെക്കാം. അല്ലെങ്കിൽ സർവനാശാണ്. വീട്ടിലെ ഒരുപാട് ദുരിതവും ദുഃഖവും, നമുക്ക് എന്ത് ചെയ്താലും നമ്മളെ കയ്യിൽ പൈസ നിൽക്കായി, ആശുപത്രി ചെലവും ഇതൊക്കെ നമുക്ക് കൂടുതൽ വരും. അപ്പൊ നമ്മളെ സ്ത്രീകൾക്ക് തന്നെയാണ് അല്ലെ വീട്ടിലെ കണ്ണീര് തോരില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മളെ വീട്ടുവളപ്പിൽ തീരെ വളർന്നു വരാൻ പാടില്ല. ചെറിയ തെയ്യൊക്കെ മുളച്ചു വരുന്നതൊക്കെ ഐശ്വര്യം അത്രേ. ഈ ചെറിയ ആലിന്റെ തെയ്യൊക്കെ നമുക്ക് മുളച്ചു വരുന്ന കാണുമ്പോഴൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ല അത്രേ. പക്ഷെ അതൊരു മരമായിട്ട് വളർത്താൻ പാടില്ല. നമ്മൾ ആലും പാടില്ല, ഈ പനിയും പാടില്ല നമ്മളെ വീട്ടിൽ. അതൊക്കെ അമ്പലത്തിൽ എത്ര വളരാൻ പാടുള്ളൂ. കാരണം നമ്മളെ വീട്ടിലെ വളപ്പിൽ അതൊന്ന് ചെറിയ തെയ്യിലൊക്കെ നമുക്ക് ഐശ്വര്യമാണ്, കാണാനും നന്ന്. പക്ഷെ അത് വളർന്നു വരുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ദോഷാത്രേ. അപ്പൊ അത് കുറച്ച് തെയ്യാകുമ്പോൾ തന്നെ നിങ്ങൾ വെട്ടി മാറ്റിയാണ് ഏറ്റവും ഉചിതം. കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, മനസമാധാനവും സന്തോഷവും എല്ലാം നശിച്ചു പോകും. സ്ത്രീകൾക്കാണ് കൂടുതൽ ഇതിനെ ബാധിക്കുക. അപ്പൊ നമ്മൾ ക്ഷേത്ര വളപ്പിലൊക്കെയാണ് ഈ പനി ആലും വളരാൻ പാടുള്ളൂ. വളർന്നു വരാൻ വീട്ടിൽ ഏറ്റവും ദോഷം ചെയ്യുന്നതാണ് കേട്ടോ ഈ പനി. ഈ ബോൺസായി ചെടികൾ നമ്മളെ വീട്ടുവളപ്പിൽ വളർത്താൻ പാടില്ല. അത് യുവതലമുറയ്ക്കാണ് ദോഷം. കാരണം യുവതലമുറയ്ക്ക് എന്താ വെച്ചാൽ ജോലി കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരും, കല്യാണ കാര്യങ്ങൾക്ക്, അങ്ങനെയൊക്കെ മംഗല്യ കാര്യങ്ങളൊന്നും നടക്കില്ല അവർക്ക്. ഇപ്പൊ യുവതലമുറയ്ക്ക് വിദ്യാഭ്യാസം,
ജോലി, വിവാഹം ഇതൊക്കെ നേരം പോലെ നടക്കണ്ടേ. അപ്പൊ ഇങ്ങനത്തെ ചെടികൾ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടില് നമ്മളെ മക്കൾക്കാണത്രേ അത് ദോഷം. അപ്പോൾ ആ ചെടികൾ നമ്മൾ വെക്കേണ്ട. അതുപോലെ തന്നെ നാരകം നമ്മളെ വീട്ടിൽ ഒരിക്കലും നന്നല്ല കേട്ടോ. നമ്മളൊരു വഴിക്ക് പോവുകയാണെങ്കിൽ തന്നെ നാരകം കണി കണ്ട് പോകാൻ പാടില്ല എന്നാ പറയണത്. അതുപോലെ തന്നെ ഇലവ് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതും നമ്മളെ വീട്ടില് വെക്കാൻ പാടില്ല. അപ്പൊ ഇത്രയൊക്കെ ചെടികൾ നിങ്ങളെ വീട്ടിൽ വളർത്താതെ ഇരുന്ന് നോക്കൂ, നിങ്ങളെ വീട്ടിൽ സർവൈശ്വര്യം വരും, ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇത് പറയാനുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വിവരമുള്ളതൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ എന്താ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.